നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. കേസിന്റെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ജീവനക്കാരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. വനിതാ ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് രണ്ട് പരാതികളുണ്ടായിരുന്ന നടൻ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം. നമ്മൾ അല്പസമയം മുമ്പ് മ്യൂസിയം പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്താണ് കേസിൽ ചില വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ അത് പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ പോലും 2 ദിവസത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ അതിൽ വ്യക്തതയുണ്ടാകും എന്ന് മ്യൂസിയം പോലീസ് പറയുന്നു. നമ്മളപ്പോൾ തുടർന്ന് പോലീസിനോട് ചോദിച്ചിരുന്നു, അതായത് ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അതിനും ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നതായിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. സമഗ്രമായ രീതിയിലൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ജീവനക്കാരുടെയും ബാങ്ക് ട്രാൻസാക്ഷൻ കഴിഞ്ഞ ഒരു കൊല്ലം നടത്തിനുള്ളിൽ നടന്ന തരത്തിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അതെല്ലാം പരിശോധിച്ച് വരികയാണ്. അതിൽ ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് പോലീസ് തന്നെ പറയുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തതകൾ കൂടി വരുത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം കൂടി ആണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ ശേഖരിച്ചതിന് ശേഷം തുടർന്നും ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ആ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ സംശയിക്കുന്ന തരത്തിലുണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തുവാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അന്വേഷണം ശക്തമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളുണ്ട്, അത് പുറത്തു പറയാൻ കഴിയില്ല, മാധ്യമങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നും മ്യൂസിയം പോലീസ് പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 69 ലക്ഷം രൂപ അവിടെ എത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ട്രാൻസാക്ഷൻ, അതായത് ഈ ഒരു കൊല്ലത്തിനിടയിൽ അതായത് ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് ഈ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ വന്നത്, എത്ര രൂപയാണത് ട്രാൻസാക്ഷനായിട്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അതിൽ എത്ര രൂപ, ഈ 69 ലക്ഷം രൂപ എത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. എന്നാൽ അത്തരം സംശയിക്കപ്പെട്ട നേരത്തെ ഈ കൃഷ്ണകുമാർ സംശയമായിട്ട് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ മ്യൂസിയം പോലീസ് തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം നിവർത്തി വന്നിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയാകും. കൂടുതൽ വ്യക്തതയായിട്ട് മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പൊതുസമൂഹത്തോടും പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും കേസിലെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പോലീസിന്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. നടൻ കൃഷ്ണകുമാറിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിലെ ജീവനക്കാർ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പോലീസ് കേസെടുത്തതിന് ശേഷമാണ് പിന്നീട് കൃഷ്ണകുമാർ ഇത് വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ആദ്യം ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ തങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്നും പണം മോഷണം പോയെന്നതടക്കമുള്ള പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് ശേഷം ഒരു കൗണ്ടർ പരാതിയാണ് ഈ യുവതികൾ കൊടുത്തത് എന്ന് കൃഷ്ണകുമാറും പറയുകയുണ്ടായി. കേസിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. കൂടുതൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന വാർത്തയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്തത്.